നമുക്കിന്നൊരു വെറൈറ്റി ഡിഷായ കോട്ടയം സ്പൈസി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ: 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, 200 ഗ്രാം ചെറിയുള്ളി, ചതച്ച കാശ്മീരി ഉണക്കമുളക്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ശർക്കര പൊടിച്ചത്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചെറുനാരങ്ങ ഒരെണ്ണം, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ട് മസാലയൊക്കെ നന്നായി പുരട്ടുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ 1 മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ മാറ്റിവെക്കണം. ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നല്ലതുപോലെ ചതച്ചെടുക്കണം. ആവശ്യത്തിന് എണ്ണയിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ എടുത്ത് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്നു വരുമ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ സമയം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ 1/2 ടീസ്പൂൺ ശർക്കരയും ചേർത്ത് കൊടുക്കാം. സോസിലൊക്കെ അത്യാവശ്യം ഉപ്പും മധുരവുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ശർക്കര ചേർത്താൽ മതി. മസാലയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കണം. ഇനി നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വളരെ സ്വാദിഷ്ടമായ കോട്ടയം സ്പൈസി ചിക്കൻ ഫ്രൈ റെഡി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും അടുത്ത കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പിയും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.